പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. കൂട്ടിവരിച്ച ധ്യാനത്തിനായി സ്തോത്രം. അത്യുന്നതനും സർവശക്തനും ആദ്യനും മധ്യനുമായിരിക്കുന്ന നിന്നോട് കൂട്ടായ്മ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ശബ്ദം കേൾക്കുന്ന ഒരു ജനത്തെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെ ധ്യാനിപ്പാൻ, പാടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് യൂട്യൂബിൽ കാണുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരും പരിപാലിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. ശൂലേമിയേ വരികെന്റെ പ്രിയേ, ചേലേഴും സ്വർലോക സുന്ദരിയേ. ശൂലേമിയേ വരികെന്റെ പ്രിയേ, ചേലേഴും സ്വർലോക സുന്ദരിയേ. മാലോഴിക്കും നിന്റെ പ്രേമരസം വഴിഞ്ഞാലപിക്കുന്ന ചുണ്ടുകളെ മാമ. ശൂലേമിയേ വരികെന്റെ പ്രിയേ, ചേലേഴും സ്വർലോക സുന്ദരിയേ. ശൂലേമിയേ വരികെന്റെ പ്രിയേ, ചേലേഴും സ്വർലോക സുന്ദരിയേ. താതനഹോത്തനിക്കുള്ളവരെ ലോകരിൽ നിന്നു പിരിച്ചിടുന്നു. താതനഹോത്തനിക്കുള്ളവരെ ലോകരിൽ നിന്നു പിരിച്ചിടുന്നു. ആകയാൽ തന്നൂടെ വാചമനുസരിച്ചായവരിൽ നിന്നു വേഗമാകുന്നു നീ. ശൂലേമിയേ വരികെന്റെ പ്രിയേ, ചേലേഴും സ്വർലോക സുന്ദരിയേ. ശൂലേമിയേ വരികെന്റെ പ്രിയേ, ചേലേഴും സ്വർലോക സുന്ദരിയേ. വാമേലബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. വാമേലബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. പ്രേമമുള്ളോരാമാനാമ
ലോക വേലാറി തീർന്നിടുമ്പോ മൂറിൻ മലമേൽ ഞാൻ വിശ്രമിപ്പാൻ. ലോക വേലാറി തീർന്നിടുമ്പോ മൂറിൻ മലമേൽ ഞാൻ വിശ്രമിപ്പാൻ. സിംഹഗുഹകളും പുള്ളിപ്പുലികളിൽ പർവ്വതവും വിട്ടു പോരിക നീശുഭേ ശൂലേമിയെ വരികെൻ്റെ പ്രിയേ. ചേലേഴും സ്വർലോക സുന്ദരിയേ. ശൂലേമിയെ വരികെൻ്റെ പ്രിയേ. ചേലേഴും സ്വർലോക സുന്ദരിയേ. ദിവ്യമായുള്ള മണവറയെ ദൈവം നമുക്കായൊരുക്കുമായേ. ദിവ്യമായുള്ള മണവറയെ ദൈവം നമുക്കായൊരുക്കുമായേ. ദ്യോവിൽ ലഭിക്കുമീ വാസസ്ഥലത്തു നാം മേവുമനവധി മോദമോടെന്നുമേ. ശൂലേമിയെ വരികെൻ്റെ പ്രിയേ. ചേലേഴും സ്വർലോക സുന്ദരിയേ. ശൂലേമിയെ വരികെൻ്റെ പ്രിയേ. ചേലേഴും സ്വർലോക സുന്ദരിയേ. കെട്ടിയടച്ചുള്ള തോട്ടമേയൻ മുദ്രയിട്ടുള്ള ജലാശയമേ. കെട്ടി അടച്ചുള്ള തോട്ടമേയൻ മുദ്രയിട്ടുള്ള ജലാശയമേ. വറ്റിടാതുള്ള നിൻ പ്രേമവെള്ളങ്ങളിൽ മുറ്റും ലയിച്ചുരമിപ്പൻ സദാപിന. ശൂലേമിയെ വരികെൻ്റെ പ്രിയേ. ചേലേഴും സ്വർലോക സുന്ദരിയേ. ശൂലേമിയെ വരികെൻ്റെ പ്രിയേ. ചേലേഴും സ്വർലോക സുന്ദരിയേ. ഈ വിഷയം റോമാലേഖനം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ദുബായിലായിരിക്കുന്ന ചർച്ചിൽ അവിടുന്ന് കുറച്ച് പേരൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കറിയാവുന്നതാണ്. സ്തോത്രം. ഈ ലേഖനം നാം ആഴത്തിൽ പഠിച്ചാൽ അനീതിയിൽ ലസിച്ചിരിക്കുന്ന ഒരാളെ സ്തോത്രം വീണ്ടും നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാന ഘടകം നാം ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ റോമക്കാർക്കുള്ള നമ്മൾ ഈ ലേഖനത്തിൻ്റെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്പമായിട്ട് ഇതിൻ്റെ ബ്രീഫായിട്ട് ചിന്തിക്കുകയുണ്ടായിരുന്നു. അവർക്കിതൊക്കെ അറിയാവുന്നതാണ്. റോമൻ ലെറ്ററിൻ്റെ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാവരും മലയാളം അറിയുന്നവർ തന്നെയാണ്.
ഒരു സിസ്റ്റർ മാത്രമേ തമിഴ്നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു പറഞ്ഞുള്ളൂ. എനിക്കൊന്നും അവരൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. ഇനിയോ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും വായിക്കാൻ സാധിക്കും. ഞാൻ മലയാളത്തിൽ പറയുന്നതിനും അതേ സമയത്ത് സീരിയസ് ആയിരിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ ഇംഗ്ലീഷിലും കൂടെ അല്പമായിട്ട് പറയുന്നതായിരിക്കും. ഈ റോമൻ ലേഖനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഹ്യൂമാനിറ്റി ത്രൂ ദ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മനുഷ്യരാശിയുടെ സ്വതന്ത്രമായ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള നീതീകരണം. ഇന്ന് നമ്മൾ റോമാലേഖനം വായിക്കുകയാണെങ്കിൽ 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ബീങ് ജസ്റ്റിഫൈഡ് ഫ്രീലി ബൈ ഹിസ് ഗ്രേസ് ത്രൂ ദി റിഡംഷൻ ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്ക്, ജസ്റ്റിഫിക്കേഷൻ ആണല്ലോ ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തീം എന്ന് പറയുന്നത് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഗുണമുണ്ടാകുകയുള്ളൂ. മേക്കിംഗ് സംവൺ റൈഷ്യസ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ഗാഡ്. നീതിമാനല്ലാത്ത ഒരു വ്യക്തിയെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചിന്തിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് നീതിമാൻ അല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. നീതിമാനല്ലാത്തൊരു വ്യക്തിയെ അതിവിശുദ്ധനായ ദൈവം തന്നോടുകൂടെ വാഴുവാൻ, നിത്യമായിട്ട് വാഴുവാൻ, നീതിമാൻ എന്ന് പ്രൊനൗൺസ് ചെയ്യത്തക്കവണ്ണം, പ്രഖ്യാപിക്കത്തക്കവണ്ണം ഒരു വ്യക്തിയെ റൈഷ്യസ് ആക്കിയെടുക്കുക, നീതിയുള്ളതാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ അല്പമായിട്ട് ഒരു ഗ്രീക്ക് ഡിക്ഷണറിയിലെ വാക്ക് എടുത്തിരിക്കുകയാണ്. സ്ട്രോങ്സിൻ്റെ ഗ്രീക്ക് ഡിക്ഷണറിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു വാക്ക്. ഇതിന് പറഞ്ഞിരിക്കുന്നത് ഡിക്കായൂസിസ് എന്നൊരു വാക്കാണ്. ഗ്രീക്ക് പദം ഇവിടെ ജസ്റ്റിഫിക്കേഷൻ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദം ഒരു ജുഡീഷ്യറി വേയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് ഒരു കോർട്ടിൽ എപ്രകാരം ഒരു ആള് വിധിച്ചിട്ട് അവൻ ഒരു വിധത്തിലും തെറ്റ് ചെയ്തിട്ടില്ല, ഒരു ക്രൈമും അവൻ്റെ മേലിൽ ഇല്ല, അവൻ നീതിമാനാണ്, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഡിക്കായോസിസ് എന്ന വേർഡ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു കുറ്റവാളിയെ കോടതിയിൽ കൊണ്ടുവന്ന് അവനെ വിസ്തരിക്കുമ്പോൾ അവൻ പാപം അല്ലെങ്കിൽ കുറ്റം ക്ഷമിച്ച് കിട്ടിയവനായിട്ടല്ല, അവൻ കുറ്റം ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മാനവജാതിയിൽ ഒരൊറ്റ വ്യക്തിക്ക് പോലും അങ്ങനത്തെ ഒരു അവസ്ഥ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. കുറ്റം ഇല്ലാത്തവൻ എന്നൊരവസ്ഥ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായ നീതീകരണത്തിൻ്റെ ആവശ്യകത, ഡീപ്പ് നെസസിറ്റി നമ്മുടെ സോളിൽ വെളിപ്പെടേണ്ടത് ആവശ്യകത വരുന്നത്. ഇത് വളരെ മനസ്സിലാക്കണം. ഈ ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ എന്ന് മാത്രമല്ല, മാനവരാശിയിൽ റിലീജിയസ് തീമിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തികൾക്ക് പോലും ഇത് വാസ്തവമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ നടപ്പ് കണ്ടിട്ട് അതിപരിശുദ്ധനായ ദൈവം തന്നോടുകൂടെ നിത്യമായി വാഴുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരേ ഒരു വ്യക്തിത്വമേ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഒരു കാലത്തും തെറ്റ് ചെയ്തിട്ടില്ല, ഡിവൈൻ ലോയെ വയലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ നാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എപ്രകാരം നീതീകരിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നതാണ്, എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ റോമാലേഖനം. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. അതുകൊണ്ട് തന്നെ ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട്, അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഈ റോമാലേഖനം. അതുകൊണ്ടാണ് റോമാലേഖനത്തെ ആദ്യത്തിൽ എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനമായിരുന്നു ആദ്യം ഇന്നുള്ളതിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോട്ടെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇത് എപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ
കാര്യം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 17-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ ബൈബിളിൽ തന്നെ, നിങ്ങൾ ബൈബിൾ ഇപ്പോൾ എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഞാൻ PDF ഫയലിലായിട്ടും പിന്നീട് ഇതേ വീഡിയോ തന്നെ യൂട്യൂബിൽ സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേജ് മറിച്ച് ശ്രദ്ധ മാറേണ്ട, നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ഇവിടെ വെള്ളക്കല്ലെന്നൊരു പദം നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ആമേൻ. ആ വെള്ളക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ, അതായത് റോമൻ ഗ്രീഷ്യ സമയത്ത്, അതായത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ, അതിന് കുറച്ച് മുമ്പ് റോമൻ ഭരണം സാമ്രാജ്യം വന്നു തുടങ്ങിയ സമയത്ത് ഒരു കുറ്റവാളിയെ കോർട്ടിൽ കൊണ്ടുവന്ന് വിധിച്ചിട്ട് അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു ബ്ലാക്ക് കളറിൽ, കറുത്ത കളറിലുള്ള കല്ല് കൊടുക്കുകയും അതിന് യോഗ്യമായ ശിക്ഷ അവൻ നടപ്പാക്കുകയും ചെയ്യും ഇമ്മീഡിയറ്റായിട്ട്. എന്നാൽ അവനെ വിസ്തരിച്ചിട്ട് അവന് കുറ്റം ഒന്നും കാണുന്നില്ലെങ്കിൽ, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയുകയാണെങ്കിൽ അവനൊരു വെള്ളക്കല്ല് കൊടുക്കും. അതായത് ഇവൻ ഒരു കാലത്തും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതെങ്ങനെയാണ് ജുഡീഷ്യൽ വേയിൽ ഇത് കൗണ്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ വളരെ ക്ലീനായിട്ട് പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ ഭരണകൂടത്തിൽ നമ്മെ കൊണ്ടുവന്നിട്ട് നാം ഒരു കാലത്തും പാപം ചെയ്തിട്ടില്ല എന്നൊരവസ്ഥയിൽ ദൈവം നമ്മളെ ഡിക്ലെയർ ചെയ്യണം. അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതായത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ പലരും ഹിസ്റ്റോറിക്കൽ വേയിൽ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് വരാൻ പോകുന്ന ക്രിസ്മസ് അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, ഇതെല്ലാം യേശുവിൻ്റെ ജനനം, മരണം, പുനരുദ്ധാനത്തെ കാണിക്കുന്നതാണ് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിത്തിൽ അനേകരുണ്ട്. പക്ഷേങ്കിൽ അവർ ഒരു കാലത്തും പാപം ചെയ്തിട്ടില്ല എന്നൊരവസ്ഥയിൽ അവരെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുമോ? ഇവിടെയാണ് ഓരോ വിശ്വാസിയുടെയും, ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഓരോ വിശ്വാസിയോടും ഞാൻ വിളിച്ചു പറയുന്നത്, ക്രിസ്തുവിൽ മറയുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 3-ാമത്തെ ദിവസം പഠിക്കുന്നതായിരിക്കും, എങ്ങനെയാണ് ജസ്റ്റിഫിക്കേഷൻ നടക്കുന്നെന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ അല്പമായിട്ട്, ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ജസ്റ്റിഫിക്കേഷൻ്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്. ലീഗൽ വേയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ വേയിൽ ഒരു കോർട്ടിൽ ഒരാൾ വിസ്തരിച്ചിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത് ക്ഷമിക്കപ്പെട്ടു എന്നല്ല, ക്ഷമ ലഭിച്ചു എന്ന രീതിയിലല്ല കൗണ്ട് ചെയ്തത്. ഒരു കാലത്തും തെറ്റ് ചെയ്തിട്ടില്ല. അതേ രീതിയിൽ ഒരു വ്യക്തിയെ ആക്കി തീർക്കുന്നതാണ് ദൈവസഭ അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ ലേഖനത്തെ തന്നെ ഒന്ന് 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചിന്തിക്കും. അതിനുശേഷം ദൈവകൃപയാണെങ്കിൽ നാളെ എല്ലാ മനുഷ്യരും അനീതിയുള്ളവരാണെന്ന് തെളിയിക്കുന്നതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം തുടങ്ങി 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ, പ്രൂവിങ് ദാറ്റ് ഓൾ മെൻ ആർ അൺറൈഷ്യസ്. ദെൻ തേർഡ് ഡേയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമുക്ക് ഡേ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു ക്ലാസ്സുകൾ വളരെ 2, 3, 4, 5 ക്ലാസ്സുകൾ പോണ്ടി വരും. തേർഡ് പോയിന്റായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുയേശുവിൽ നൽകിയിരിക്കുന്ന സ്വതന്ത്ര നീതിയെ അല്ലെങ്കിൽ ഫ്രീ ജസ്റ്റിഫിക്കേഷനെ വിവരിക്കുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിൽ നമുക്ക് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ ദൈവം ഓഫർ ചെയ്യുന്നത്? തേർഡ് പോയിന്റ് ഡിസ്ക്രൈബ്സ് ദ ഫ്രീ റൈഷ്യസ്നെസ് പ്രൊവൈഡഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 3rd ചാപ്റ്ററിൻ്റെ വേഴ്സ് 21 to 5th ചാപ്റ്ററിൻ്റെ വേഴ്സ് 21 വരേക്കും. ദെൻ 4th പോയിന്റ് ക്രിസ്തുവിൻ്റെ നീതി എങ്ങനെയാണ് വിശ്വാസിക്ക് പകർന്നു നൽകുന്നത് എന്ന് വിവരിക്കുന്നത്. അതായത് ഡിസ്ക്രൈബ്സ് ഹൗ ദ റൈഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇംപാർട്ടിങ് ടു ദ ബിലീവർ. എല്ലാവർക്കുമല്ല, ദോസ് ഹു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും. ദെൻ 5th പോയിന്റ് ചാപ്റ്റർ 9 വേഴ്സ് 1 on to ചാപ്റ്റർ 11 വേഴ്സ് 36 വരേക്കും ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. പലരും ഈവൻ സുവിശേഷങ്ങളിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളെടുത്താൽ കന്യകുമാരുടെ ഉപമയോ അല്ലെങ്കിൽ താലന്ത് ലഭിച്ച ഒരു ഉപമയോ കല്യാണ സദ്യക്ക് വിളിച്ചിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉപമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജൂസിനെ റിജക്റ്റ് ചെയ്തുവെന്നും ചർച്ചിനെ റീപ്ലേസ് ചെയ്തുമെന്നുള്ള ഒരു പഠിപ്പിക്കലുണ്ട്. അതിന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് തിയറി എന്നാണ്. ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഹമാസും അതുപോലെ തന്നെ
റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് വേണ്ടി ടോട്ടൽ പറഞ്ഞ് അവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് അനേക വീഡിയോകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് വ്യാജമായിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞ് ചർച്ച കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തു എന്നൊരു ചിന്താഗതിയുണ്ട്. എന്നാൽ റോമാലേഖനം 9-ാം അധ്യായം തുടങ്ങി 9, 10, 11 അധ്യായങ്ങൾ പൗലോസ് ദൈവത്തിൻ്റെ ഇസ്രായേലിനെ കുറിച്ചുള്ള വ്യക്തമായ പ്ലാൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് നമ്മളെ ഇത്തരം പല പല വാർത്തകളും കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇവരെല്ലാം തന്നെ ദൈവവചനത്തിൽ നിന്ന് തെളിവുകൾ പറഞ്ഞുകൊണ്ടാണ് ചിലർ പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയം അതിലേക്ക് ചാഞ്ഞു പോയാൽ നമുക്കത് പാപകാരണമായി തീരും, ദൈവസന്നിധിയിൽ ശിക്ഷാർഹമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കാര്യങ്ങളൊക്കെ. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. ദെൻ 6th പോയിന്റ്, വിവിധ ബന്ധങ്ങളിലെ നീതിനിഷ്ഠമായ ജീവിത രീതി. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാകുകയില്ല. ഡിസ്ക്രൈബ്സ് ദ വേ ഓഫ് റൈഷ്യസ് ലിവിങ് ഇൻ വേരിയസ് റിലേഷൻസ്. 12th ചാപ്റ്ററിന്റെ ആരംഭം തുടങ്ങി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും ഉള്ള ദൈവഗീതം ഇന്നതെന്നറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് വാക്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ വരേണ്ട മാറ്റങ്ങൾ, അതായത് ഈ റൈഷ്യസ്നെസ് നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളിൽ നടക്കുന്നതായ മാറ്റം മുഖാന്തരം ചർച്ചിനകത്ത് അതുപോലെ തന്നെ ചർച്ചിന് പുറത്ത് മുതലായ സ്ഥലങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഇടവരും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ 12 വേഴ്സ് 1 തുടങ്ങി ചാപ്റ്റർ 15 വേഴ്സ് 13 വരേക്കും അത് ചില നാളുകൾ തന്നെ എടുക്കേണ്ടി വരും. എങ്ങനെയാണ് സോഷ്യൽ ലൈഫിൽ നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഡീലിങ്സ്, ചർച്ചിനകത്ത് എങ്ങനെയാണ്, ഓരോ വിശ്വാസിയുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ്, കുടുംബതലത്തിലുള്ള ജീവിതത്തിൽ എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ അതായത് ഓരോ ബന്ധങ്ങളിലും ഒരു വിശ്വാസിയിൽ നിന്നും പുറപ്പെടുന്നതായിട്ടുള്ള, അതായത് അവന് ക്രിസ്തുവിലുള്ള സൗജന്യമായ റൈഷ്യസ്നെസ് ഇമ്പാർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ, കണക്കിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അവൻ്റെ പ്രവൃത്തിയിൽ കൂടെ അറിയാൻ സാധിക്കും. സ്തോത്രം. പിന്നീട് 7th പോയിന്റ് വരുന്നത് അതായത് കൺക്ലൂഷൻ ആൻഡ് ഗ്രീറ്റിങ്സ്. അത് പോളിൻ്റെ എല്ലാ ലെറ്ററുകൾക്കുമുള്ള ഒരു പ്രത്യേകതയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ 4th പോയിന്റിൽ ക്രിസ്തുവിൻ്റെ നീതി എങ്ങനെയാണ് വിശ്വാസിക്ക് പകർന്നത് എന്നുള്ളതിൽ ഞാനത് വേഴ്സസ് പറഞ്ഞില്ലായിരുന്നു. ചാപ്റ്റർ 6 വേഴ്സ് 1 to 8th ചാപ്റ്ററിൻ്റെ വേഴ്സ് 39 വരേക്കും എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു വിശ്വാസിക്ക് നീതി ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചതായിട്ടുള്ള നീതി ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പകരുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് 6, 7, 8 ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യം വരുന്നത്, അവിടെയാണ് പ്രാണനും ആത്മാവിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യം വരുന്നത്, അവിടെയാണ് ജഡാഭിലാഷം എന്താണ്, അവിടെയാണ് 2 ലോ തമ്മിൽ വർക്ക് ചെയ്യുന്ന കാര്യം പറയുന്നത്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം, അതുപോലെ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മാത്രമല്ല ഒരു വ്യക്തിയെ ദൈവസന്നിധിയിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മുഖാന്തരം അവൻ ക്രൂശിൽ നേടിയ ആ റൈഷ്യസ്നെസ് നീതി താൻ സ്നാനപ്പെടുന്ന സമയത്ത് പറഞ്ഞെന്താണ്, ഇങ്ങനെ സർവ്വനീതി നിവർത്തിക്കുന്നത് നമുക്കുചിതം. അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിക്ക് നാം പോകും. അപ്പോൾ ഓരോ വ്യക്തിയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മുഖാന്തരം ക്രൂശിൽ അവൻ നേടിയിട്ടുള്ള ആ റൈഷ്യസ്നെസ് നമ്മളിലേക്ക് പകരപ്പെട്ട് ദൈവസന്നിധിയിൽ ഇപ്പോഴും അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവൻ നമ്മളെക്കുറിച്ച് പറയണം, ഇവൻ എന്നോട് കൂടെ വാഴുവാൻ നീതിമാനാണ്. ദിസ് പെർട്ടിക്കുലർ ഫെല്ലോ ഈസ് റൈറ്റ് ടു സ്റ്റാൻഡ് വിത്ത് മീ എന്ന് പറയാൻ ഇടയായി തീരണം. അപ്പോൾ ഇങ്ങനെയാണ് നാം ഡിവൈഡ് ചെയ്യുന്നത്. ഇനിയും ഇന്നത്തെ ക്ലാസ് നമുക്ക് ചിന്തിക്കാനുള്ളത് 1st ചാപ്റ്ററിൻ്റെ വേഴ്സ് 1 to 5 ആണ്. ഞാൻ ആദ്യം മലയാളത്തിലൊന്ന് വായിക്കുന്നു. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ഒരു തെറ്റിദ്ധാരണയുള്ളതിൽ പുതിയ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പുതിയ നിയമം മാത്രം മതി, നമുക്ക് പഴയ നിയമം ആവശ്യമില്ല എന്നൊക്കെ. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഓരോ പോയിന്റ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
അനേക വ്യാജമായ ഉപദേശങ്ങൾ ക്രിസ്ത്യൻഡത്തിൽ കടന്നുകൊണ്ട് ജനത്തെ ഡാർക്ക്നെസ്സിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. അപ്പൊ പല ഉപദേശങ്ങളും കേട്ടിട്ട് ഡാർക്ക്നെസ്സിൽ നിൽക്കുന്ന ജനത്തെ ആ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അതിനാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ, പോൾ, എ ബോൺ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കോൾഡ് ടു ബി എൻ അപ്പോസ്തോൾ, separated to the gospel of God, which he promised before through his prophets in the holy scriptures. അപ്പോൾ സുവിശേഷം പുതിയ നിയമത്തിൽ വന്നതല്ല. സുവിശേഷം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏകദേശം 400ഓളം പ്രൊഫസികൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങി 3:15 തുടങ്ങി താഴോട്ട് ഇങ്ങ് വരയ്ക്കുമ്പോൾ മലാക്കിയുടെ പ്രവചന പുസ്തകത്തിനുള്ളിൽ തന്നെ ഏകദേശം 400ഓളം പ്രവചനങ്ങളുണ്ട്. നമ്മൾ അതെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം വായിച്ചെടുത്തായിട്ട് പറയുകയാണ്. പോൾ മലയാളത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ദാസനമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വം പ്രാപിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ച് കളർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിനാണ് വിശ്വാസത്തിന് അനുസരണം വരുത്തുക, ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. ഇത് മിക്കവാറും സഭകളിൽ പഠിപ്പിക്കുന്നില്ല. ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ഒന്നാം മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവനെ അനുസരണത്തിൽ നിലനിൽക്കേണ്ട ഒരു കണ്ടീഷൻ അവന് മേലുണ്ടായിരുന്നു. ദൈവമായിട്ടുള്ള അവൻ്റെ ഉടമ്പടി ബേസ് ആയിരുന്നത് ഒബീഡിയൻസിലാണ്. അതേ ഒബീഡിയൻസിലേക്ക് അല്പമായ ഒബീഡിയൻസ് പോരാ. ദൈവരാജ്യത്തിൻ്റെ പ്രമാണത്തിൽ 50%, 99.99% ഇല്ല, 100% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യന് പോലും അത് സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നതാണ്. അപ്പോൾ നാം ക്രിസ്തുവിൽ അബൈഡ് ചെയ്യേണ്ട, ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകതയൊക്കെയും തന്നെ നമുക്ക് ഇതിൽ നിന്ന് അല്പമായിട്ട് മനസ്സിലാക്കി വരാൻ സാധിക്കും. അപ്പോൾ ഈ ലേഖനത്തിൽ പോൾ പറയുന്നത്, ഏതൊരു ശുശ്രൂഷ ചെയ്യുന്നവരും ക്രിസ്തുവേശുള്ള വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിനോട് തുല്യമായ അനുസരണവും വരുത്തേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവകൃപയാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും അത് കുറച്ചുകൂടെ പഠിക്കും. അടുത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, അപ്പോൾ പഴയ നിയമ പുസ്തകങ്ങൾ ആവശ്യമില്ല എന്നൊരു ചിന്താഗതി കൊണ്ടുവന്നിരിക്കുന്നതിന് ഒന്ന് അവോയ്ഡ് ചെയ്തതിനെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഏവർക്കും മിക്കവാറും അറിയുന്ന കാര്യം തന്നെയാണ്. എമ്മാവൂസിലേക്ക് പോയിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരോട് കൂടെ കർത്താവ് ചേർന്ന് നടന്ന് അവരോട് പറഞ്ഞെന്താണ്, ആ ഡിസ്കോഴ്സിന്റെ അവസാനത്തോളം പറയുന്നത്, അവൻ അവരോട്, അയ്യോ മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തില്, മോശയുടെ ന്യായപ്രമാണത്തില്, പ്രവാചക പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിലൊക്കെയും തന്നെ അവർക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ, ഈ ക്രൂശിക്കപ്പെട്ടവനായ യേശു തന്നെയാണ് അവർ കാത്തിരുന്ന മശിഹ എന്ന് അവർക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കണം. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രവാചകൻ എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു, അത്രയും മനസ്സിലാക്കിയുള്ളൂ. കാരണം അത്ര അറിവ് അവർക്ക് ഉണ്ടായുള്ളൂ. കർത്താവ് അവർ തള്ളിക്കളഞ്ഞില്ല. അവരുടെ കൂടെ ചേർന്ന് നടന്ന് ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതേപോലെ നമ്മൾ ആരും തികഞ്ഞവരല്ല. ദൈവത്തിന്റെ ആത്മാവ് ആകർഷിച്ചിട്ടാണ്, പിതാവ് ആകർഷിച്ചിട്ടാണ് പരിശുദ്ധ ആത്മാവിനാൽ നാം ഏവരും പുത്രന്റെ അടുത്തേക്ക് വരുന്നത്.
അപ്പം നമ്മളിൽ കുറവുള്ളതിനെ കൊണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്യുന്നൊരു കർത്താവല്ല. നമ്മളിൽ കുറവുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്ന് ഇരുട്ട് മാറ്റി വെളിച്ചം നമ്മളിലേക്ക് വ്യാപരിക്കാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു തന്നെ സുവിശേഷം പറഞ്ഞപ്പോൾ കർത്താവ് തന്നെ ആദ്യം എവിടെ നിന്നെടുത്താ പറഞ്ഞത്? പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന്. അത് പുതിയ നിയമമില്ലായിരുന്നു. കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ചില വർഷങ്ങൾക്ക് ശേഷമാണല്ലോ പുതിയ നിയമം എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇന്നത്തെ സഭയ്ക്ക് പഴയ നിയമം ആവശ്യമില്ല, പുതിയ നിയമം മത്തായി എഴുതിയ സുവിശേഷം തുടങ്ങി വെളിപ്പാട് വരെയുള്ള പുസ്തകം മാത്രം മതി എന്നുള്ള തെറ്റായ ധാരണ മാറ്റിക്കളയുവാനാണ്. കാരണം നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തൊക്കെയും തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. എന്നാൽ കുറച്ച് കാര്യങ്ങൾ പഴയ നിയമത്തിന് ഷാഡോ ആയിട്ട്, അതായത് സുവിശേഷം, അവിടെ നേരത്തെ പറഞ്ഞ എന്താണ്? മോശയുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പോൾ സുവിശേഷം നേരത്തെ പഴയ നിയമത്തിൽ തന്നെ പ്രോമിസ് ചെയ്തിട്ടുണ്ടോ എന്ന് അല്പമായിട്ട് നാം ചിന്തിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഷാഡോ ഓഫ് ദി റിഡംപ്ഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ദി ലാംബ് ഓഫ് ഗോഡ്, അതായത് ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെയുള്ള വീണ്ടെടുപ്പിന്റെ ഒരു നിഴലാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ. 12-ാം അധ്യായത്തിൽ നാം ചിന്തിക്കുന്നത്, നമ്മൾ വായിക്കുന്നില്ല സമയത്ത് അഭിമാസം ആദ്യം 1-ാം തീയതി തന്നെ അവർ ഓരോരോ കുടുംബത്തിനനുസരിച്ച് ഒരു ആടിനെടുക്കണം. അത് ആണായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അതിനെ 10-ാം തീയതി വരേക്ക് സൂക്ഷിക്കണം. 14-ാം തീയതി വരെ സൂക്ഷിക്കണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് അവരതിനെ അറുക്കണം. അതിന്റെ രക്തമെടുത്ത് തങ്ങൾ പാർക്കുന്ന വീടിന്റെ കട്ടളപ്പടിമേലും കുടുംബടിമേലും തയ്ക്കണം. അന്ന് രാത്രി യഹോവ മിസ്രദേശത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെയെല്ലാം രക്തം കാണുന്നോ അവിടെ ഒരു മരണം സംഭവിക്കില്ല. എവിടെയെല്ലാം രക്തത്തിന്റെ അടയാളമില്ലയോ അവിടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഓരോരോ കടിഞ്ഞൂലങ്ങളുടെ സംഹാരം നടത്തും. എവിടെ രക്തം സീൽഡ് ഉണ്ടോ അവിടെ സംഹാര ദൂതൻ വരുവാൻ അനുവദിക്കില്ല. അപ്പൊ രക്തത്തിന്റെ അടയാളം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നത് യഹോവയാണ്, സേറ്റാൻ അല്ല, സംഹാര ദൂതനല്ല. ദൈവമാണ് പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിന്റെ നിഴലായിരിക്കുന്ന അന്നത്തെ പെസഹ കുഞ്ഞാടിന്റെ രക്തം എവിടെ പുരട്ടിയോ അവർക്ക് ആ റിഡംഷൻ, ആ രക്തത്തിന്റെ മറവിൽ ഒരു റിഡംഷൻ ഉള്ളതായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വേഴ്സ് 12th ചാപ്റ്ററിന്റെ വേഴ്സ് 50-51 വായിക്കുകയാണെങ്കിൽ അവരോട് എന്തു പറഞ്ഞോ അവരത് ചെയ്തു. ഒബീഡിയൻസിന്റെ ആവശ്യതയാണ് വരുന്നത്. അപ്പോൾ വചനം കേൾക്കുക മാത്രമല്ല, 50-51 വായിച്ചു കഴിഞ്ഞാൽ അവര് യഹോവ മോശയോട് മകനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രദേശത്ത് പുറപ്പെടുവിച്ചു. അപ്പോൾ അടിമ വീടായിരുന്ന ഈജിപ്തിൽ നിന്ന് ഒരു റിഡംഷന് നിഴലായിക്കൊണ്ട് ഒരു ചോരത്തിൽ അല്ലെങ്കിൽ ഒരു രക്തത്താലുള്ള ഒരു വിമോചനം, രക്തം ചിന്തിട്ടുള്ള വിമോചനം അവിടെ കാണിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കും എന്തിനാണ് ദൈവം ഇത്ര ശക്തനായിരിക്കുമ്പോൾ ഒരു ആടിനെ അവിടെ അറുക്കേണ്ട അവസ്ഥ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ദൈവം ശക്തനാണല്ലോ, ഫറവോനെ കൊന്നുകളഞ്ഞിട്ട് തന്റെ ജനത്തെ വെടിവെച്ചു കൊണ്ടുവരികയോ? ഇവിടെയാണ് ദൈവത്തിന്റെ ജസ്റ്റിസ് വളരെ കാര്യമായി വരുന്നത്. നാം ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ജുഡീഷ്യൽ വേയിൽ വേണം നീതീകരിക്കാൻ. ദൈവം പരമാധികാരി ആയിരിക്കുന്നത് കൊണ്ട് തന്നോട് ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്വേച്ഛാധികാരത്തില് അവന്റെ ഓർബിട്രറി വില്ലില് ഒന്നും ചെയ്യാൻ സാധിക്കുന്നവനല്ല. കാരണം ഒരു ഡിവൈൻ ലോ അവരെയും ഭരിക്കുന്നുണ്ട്. അവനും ആ ലോയ്ക്ക് വിധേയപ്പെട്ടവനാണ്. അപ്പോൾ പാപം ചെയ്ത ദേഹി മരിക്കണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാകുള്ളൂ. അങ്ങനെ ഡിവൈൻ ലോയുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെ നിഴലായിട്ടാണ് നിഷ്കളങ്കമായ ഒരു ആടിന്റെ പേരില് സ്തോത്രം ആ ഇസ്രായേൽ മക്കളുടെ പാപത്തിന്റെ ശിക്ഷ അല്ലെങ്കിൽ അടിമത്തത്തിന് കാരണമായതിന്റെ ശിക്ഷ ചുമത്തിക്കൊണ്ട് ആ ആടിനെ അവിടെ അറുക്കുകയാണ്. അതാണ് അത് ഊനം ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് പറയുന്നത്. അത് നമ്മൾ റിഡംഷനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന്റെ രക്തം എടുത്തുകൊണ്ട് അവർ പാർക്കുന്ന വീടിന്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തേക്കുകയാണ്. അപ്പോൾ ആ വീടിനകത്ത് താമസിക്കുന്നവരുടെ റൈഷ്യസ്നെസ് അല്ല കണക്കിടുന്നത്, ആ തെളിക്കപ്പെട്ട രക്തത്തിന്റെ അല്ലെങ്കിൽ ആ ആടിന്റെ അത് അശുദ്ധി ഇല്ലാത്തതാണ്, ഊനം ഇല്ലാത്തതാണ്, കുറവുകളൊന്നും ഇല്ലാത്തതാണ്, അതാണ് കണക്കിടുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരുവന്റെ സെൽഫ് റൈഷ്യസ്നെസ് അല്ല ദൈവം കണക്കിടുന്നത്,
ക്രിസ്തുവിൻ്റെ റൈഷ്യസ്നെസ് ആണ്. ഇതെല്ലാം വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അവരോട് പറഞ്ഞതുപോലെ അവർ ചെയ്തപ്പോൾ അവർ രാവും പകൽ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ രക്തത്തിലുള്ള റിഡംഷനിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത് അവനെല്ലാം നോക്കുന്നത് അവൻ ആശ്രയിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണ്. പിന്നെ പറഞ്ഞെന്താ, ആ അഗ്നിസ്തംഭം എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യണം, മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ പകലിലെ ചൂടിൽ നിന്ന് മരുഭൂമിക്കൂടുള്ള യാത്രയിൽ നിന്ന് അവർക്ക് തണൽ കൊടുക്കുവാൻ. ഇതേ അവസ്ഥ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഇവൻ ജനം പലപ്പോഴും പിറുത്തിട്ട് പോലും അവരുടെ മുമ്പിൽ നിന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്ന് ആ അഗ്നിസ്തംഭവും മേഘസ്തംഭവും മാറിയതില്ല. ഇത്രയും സെക്യൂരിറ്റിയാണ് നമുക്ക് തരുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. അതുപോലെ തന്നെ അടുത്ത് പറയുന്നത്, ഷാഡോ ഓഫ് വാട്ടർ ബാപ്റ്റിസം ടു ദോസ് ഹു ബിലീവ്ഡ് ഇൻ ദ അറ്റോൺമെന്റ് ഓഫ് ദ ലാംബ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പാപപരിഹാരത്തിൽ അല്ലെങ്കിൽ പ്രായശ്ചിത്തത്തിൽ വിശ്വസിച്ചവരുടെ ജലസ്നാനത്തിന് നിഴലായിട്ടാണ് ആമേൻ സ്തോത്രം യഹോവ അവരെ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിന് മധ്യേ ബാൽസെഫോറിന് സമീപത്തുള്ള പീഹഹിരോരത്തിന് അരികെ പാളയം ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ 46-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ അതിൻ്റെ ഒരു ചെറിയ മാപ്പ് എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബും കൂട്ടരും ഗോശാൻ ദേശത്തേക്ക് പോയത്, നിങ്ങൾക്കൊരു റൂട്ട് ഇവിടെ കാണാൻ പറ്റുന്നു മനസ്സിലാവുന്നത്. ഹെബ്രോണിൽ നിന്നും ഈ ഡോട്ടഡ് ലൈനിലേക്ക് ഇങ്ങനെയാണ് ഗോശാൻ ദേശത്ത് യാക്കോബും 75 പേരടങ്ങുന്നവർ പോയത്. രഥത്തിലായിരുന്നു പോയത്. ഫറവോൻ അയച്ച രഥത്തിലായിരുന്നു പോയത്. ഇവർക്ക് തിരിച്ചു വരേണ്ടത് ഇതിലെ തന്നെയാണ്. എന്നാൽ ദൈവം അവരെ കൊണ്ടുവന്ന് എങ്ങനെയാ, ഈ റെഡ് മാർക്ക് ഇരിക്കുന്ന ലൈൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ചെങ്കടലിൽ ക്രോസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വളരെ കറങ്ങിയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ഒരു ചെങ്കടലിന്റെ ക്രോസിംഗ് എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ഇതേ വഴിക്ക് രഥങ്ങൾ കൂടെ തന്നെ കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ ഇത് വാട്ടർ ബാപ്റ്റിസത്തിന്റെ ഒരു നിഴലായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ അങ്ങനെ ചെയ്തു. എവിടെ? അവരോട് കടലിനരികെ ചെങ്കടലിനരികെ വന്ന് പാളയം ഇറങ്ങണമെന്ന് പറഞ്ഞു. അവരങ്ങനെ ചെയ്തു. തുടർന്ന് ഫറവോനും സൈന്യം പുറകെ വരുന്നു. പക്ഷെ ആ രക്തത്തിന്റെ, അവർക്ക് വേണ്ടി ദൈവനീതിക്ക് തൃപ്തി വരുത്തിക്കുക, ആ രക്തത്തിന്റെ സീലുള്ളത് കൊണ്ട് ഫറവോന് അവരെ തൊടാൻ സമ്മതിച്ചില്ല. ചെങ്കടലിനെ ദൈവം പിളർന്നു. ഫറവോന് സൈന്യമായിട്ട് ചെങ്കടി തന്നെ മുങ്ങിപ്പോയി. അപ്പൊ നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും നീതീകരണത്തെ കുറിച്ച് പറയുമ്പോൾ. അതേപോലെ തന്നെ ദൈവത്തിന്റെ ജഡ്ജ്മെന്റിന്റെ ഒരു ഷാഡോ ആയിരുന്നു നോഹയുടെ കാലത്ത് സംഭവിച്ചത്. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ സുവിശേഷത്തില് റിഡംഷന്റെ ന്യൂസ് ഉണ്ട്, ബാപ്റ്റിസത്തിന്റെ ന്യൂസ് ഉണ്ട്, ജഡ്ജ്മെന്റിന്റെ ന്യൂസ് ഉണ്ട്. അപ്പൊ പലരൊക്കെ പറയും, നിങ്ങൾ ഈ ജഡ്ജ്മെന്റിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് ആൾക്കാരെ മതം മാറ്റാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മളെന്താ വായിച്ചത്? പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പൊ സുവിശേഷം നേരത്തെ പ്രോമിസ് ചെയ്തിരിക്കുന്നതാണ് ക്രിസ്തുവേശുകളുടെ വിശ്വാസത്താൽ. ഓക്കെ, അതിനെ കുറിച്ച് തന്നെ യേശുക്രിസ്തു പറഞ്ഞതാണ്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹപ്പെട്ടത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇതിനെക്കുറിച്ച് 1 പത്രോസ് 3:20-21 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് 100 വർഷത്തോളം നോഹ പ്രസംഗിച്ചു കൊണ്ടിരുന്നതാണ്. പക്ഷേ വിശ്വസിച്ചില്ല. ദൈവവചനം പറഞ്ഞതുപോലെ തന്നെ ജലപ്രളയം വന്നു. വിശ്വസിച്ചവർ 8 പേർ മാത്രം പെട്ടകത്തിൽ കടന്നു. യഹോവയാണ് വാതിലടച്ചത്. ഇതൊക്കെ നിങ്ങൾ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ പെട്ടകത്തിൽ കടന്നവർ ആ പെട്ടകത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വലിയൊരു ജനസമൂഹം വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നതാണ് കാണുന്നത്. ആമേൻ. ഇത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ നാം
ഏവരെയും മാനവജാതി മുഴുവനും നിത്യമായ നരകത്തിൽ പോയി വെന്തെരിയാതിരിക്കത്തക്കവണ്ണം ദൈവം, പിതാവായ ദൈവം തൻ്റെ പുത്രൻ നമുക്ക് പകരമായിട്ട് അല്പസമയം വെന്തെരിയുന്നത് നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ് ദൈവക്രോധം പുത്രൻ്റെ മേൽ പകരുന്നത്. ഹല്ലേലൂയ. നമുക്ക് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുണ്ട്, സമയം എടുക്കുന്നത് കൊണ്ട്. ആമേൻ. അപ്പോൾ വിശ്വാസം മൂലം, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രാഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. നമുക്ക് അറിയുന്നതാണ്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിൽ അബ്രാഹാമിനോട് ദൈവം വിളിച്ചു വരുത്തിയിരിക്കുന്നത്, നിന്റെ പ്രദേശത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആദ്യമായിട്ട് അബ്രാഹാമിനോട് പറഞ്ഞു. ഇനി മോശ, ഞാൻ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മോശ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും എന്ന് മോശ ക്രിസ്തുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. യെശയ്യാവ് അനേക പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഞാൻ വളരെ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ. ആരിൽ നിന്നായിരിക്കും മശീഹ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ ഇമ്മാനുവേൽ എന്നതിന്റെ അർത്ഥം മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള. അപ്പോൾ ക്രിസ്തീയ മതവിഭാഗത്തിന്, ക്രിസ്തീയ വിശ്വാസത്തിന് എതിരായിക്കൊണ്ട് യഹോവ അല്ലെങ്കിൽ ഈവൻ ഇസ്ലാം മതകുത്തരെ പറയുന്നത് അവൻ മനുഷ്യൻ മാത്രമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള. യെശയ്യാവ് 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന്റെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം മൈറ്റി ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. യെരമ്യാ പ്രവാചകൻ ഈ റോമലേഖനത്തിന്റെ ക്രീം അല്ലെങ്കിൽ തീമിനെ കുറിച്ച് തന്നെ, ഈ റോമലേഖനത്തിന്റെ തീം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രീ ജസ്റ്റിഫിക്കേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യെരമ്യാ പ്രവചനത്തിന്റെ 23-ാം അധ്യായത്തിന് 5-6 വാക്യങ്ങളെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദാവീദിന് നീതിയായുള്ള മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും, അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതി ന്യായം നടത്തും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും, അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ വിളിക്കും. എന്നാൽ 1 കൊരിന്ത്യൻസിൽ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യൻസ് chapter 1 verse 30 അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അവരാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക്, ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നീതിയും, റൈഷ്യസ്നെസ്. But of him ye are in Christ Jesus, who of God is made unto us wisdom and righteousness. Christ himself is our righteousness. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതേ കാര്യം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെരമ്യാവിൽ കൂടെ തന്നെ നേരത്തെ പറഞ്ഞു വെച്ചു, അവൻ നമുക്ക് നമ്മുടെ നീതി, ദ ലോർഡ് അവർ റൈഷ്യസ്നെസ്. അപ്പൊ ഇതെല്ലാം തന്നെ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അതുപോലെ തന്നെ ശിശുവിനെ പ്രതി ഹെരോദാവ് ചെയ്ത കൊലപാതകത്തെ കുറിച്ചുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഗേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു, അവർ ഇല്ലായകിയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളും, അവന് മനസ്സില്ല. അവ വളരെ നേരത്തെ തന്നെ യെരമ്യാ പ്രവാചകൻ 31-ന്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു, മോരെസ്രായ മീകയ്ക്ക് എവിടെ അരുളപ്പാടുണ്ടായത്, എവിടെ ജനിക്കും? നീയോ ബെത്ലേഹം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളെ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അപ്പൊ മറിയൽ ഉത്ഭവിക്കുന്നതിന് മുമ്പേ തന്നെ അവനൊരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓശയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീം എന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അതായത് ഹെരോദാവിന്റെ ഉപദ്രവം ഇതുമായിട്ട് മിസ്രൈമിൽ ഓടിപ്പോക്കും, മിസ്രയീം എന്നുള്ള തിരിച്ചു വിളിയും. ആമേൻ. യെശയ്യാ വീണ്ടും പറയുന്നത് ക്രിസ്തുവിന്റെ സഫറിങ്ങിനെ കുറിച്ച് പറയുന്നത്, അവന് ജഡത്തല്ലെങ്കിൽ അവരുടെ മനുഷ്യ ശരീരത്തിലുള്ള കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് യെശയ്യാപ്രവചനം 52, 53 ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല,
അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ശേപ്രവചനം 53 മുഴുവനും അത് തന്നെയാണ് പറയുന്നത്. അവൻ്റെ കഷ്ട ഇതൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിൽക്കാലത്ത് പഠിക്കും. ഞാനൊരു ചെറിയ ഒരു ഹിന്റ് തരുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട നീതി നമുക്ക് സൗജന്യമായി കണക്കിടുന്നത്. വിശ്വസിച്ചുകൊണ്ട് മാത്രമായില്ല, വിശ്വാസത്തോട് കൂടെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതാണ് റോമാലേഖനം 6 തുടങ്ങി 8 അവസാനം വരെ വിവരിക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ആ റൈഷ്യസ്നസ്, കൂശി നിവർത്തിച്ച റൈഷ്യസ്നസ് നമുക്ക് കണക്കിടുന്നുള്ളൂ. ഹല്ലേലൂയ. അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് ദാവീദ് അനേക സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം, 18-ാം സങ്കീർത്തനം, 116-ാം സങ്കീർത്തനം, 10-ാം സങ്കീർത്തനം. ഇതിലൊക്കെ തന്നെ അവൻ്റെ പ്രാണനും ആത്മാവും നമുക്ക് പകരമായിട്ട് പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല ശ്രേഷ്ഠ ദൈവദാസന്മാരും ഇത് അംഗീകരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നാം പഠിക്കുന്നതായിരിക്കും. മനുഷ്യന് പാപം ആരംഭിച്ചത് എവിടെയാണ്, എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യതയുണ്ട്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടം ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പ് ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. തുടർന്ന് നാം ചിന്തിക്കുന്നത് ഇസ്കരത്തെ യൂദാവ് ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ചുകൊണ്ട്. സങ്കീർത്തനം 41-9 വാക്യം, 69-25, 109-ാം സങ്കീർത്തനത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിരിക്കുന്നത്. സെക്കരിയ പ്രവചനം 11-22 വാക്യത്തിൽ വായിക്കുന്നില്ല. 30 വെള്ളിക്കാശിനെ കൊണ്ട് അവന് ഒറ്റിക്കൊടുക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് അവന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഹോശേയ പ്രവചനം 6-ാം വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ഓൺ ദ തേർഡ് ഡേ ഹി വിൽ റൈസ് അപ്പ്, അതുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അവന്റെ ശാശ്വതമായ രാജ്യത്വം. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അവൻ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായി ഒരുത്തനിരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും, അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായ വിസ്താര സഭ ഇരുന്നു. നാം അടക്കം ഇടതാണ് ന്യായ വിസ്താര സഭ. അവിടെ സിംഹാസനങ്ങൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു സിംഹാസനമല്ല. നമ്മൾ വീണ്ടും വിവരിക്കുന്നത്, പുസ്തകം തുറന്നു കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയാണ്. ഞാൻ അന്നേരം നോക്കി, അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. വയോധികൻ എന്ന പിതാവായ ദൈവം, അതിൻ്റെ അടുത്ത് മനുഷ്യപുത്രൻ ക്രിസ്തുവിന് അടുവരുവാണ്. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ക്രിസ്തുവിന് ലഭിക്കാൻ പോകുന്ന എറ്റേണൽ കിങ്ഡത്തെ കുറിച്ച് കൊണ്ട് പറയാണ്. അവനോട് കൂടെ നാമം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വാക്യമാണ് 27-ാം വാക്യം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴല്ലാടുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. അപ്പോൾ അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന്, ഇതാണ് പറയുന്നത്, ഫ്രീ ജസ്റ്റിഫിക്കേഷൻ കൂടെ ജുഡീഷ്യൽ വേയില് ക്രിസ്തുവിന്റെ നീതി നമുക്ക് എങ്ങനെ കണക്കിട്ട് ദൈവം നമ്മളെ നീതിമാൻ എന്ന് ഇന്നും എന്നും കണക്കിട്ടാൽ അവനോട് കൂടെ ഈ എറ്റേണൽ കിങ്ഡത്തിൽ ഇന്നും നമുക്ക് വാഴാം, വരുവാനുള്ള യുഗായുഗങ്ങളിലും വാഴാം. ഇതിലേക്ക് ക്ഷണിക്കുവാനാണ് ഈ ക്ലാസ്സിൽ കൂടെ നിങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നീതിയിൽ ഒന്നാക്കി പണിതെടുത്തുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ടഫായ വിഷയങ്ങളാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെയും വളരെ സമർപ്പണത്തോടു കൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ക്രൂശിൽ ദൈവം സൗജന്യമായി നിർത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ
ആ റൈഷ്യസ്നെസ് നമുക്ക് കിട്ടുകയുള്ളൂ. വിശ്വസിച്ചുകൊണ്ട് മാത്രമായില്ല. അങ്ങനെയാണെങ്കിൽ പിശാചുകളും വിശ്വസിക്കരുതെന്നാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവയെയും നമ്മെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്താണ്? അവർക്ക് വേണ്ടി ഒരു പ്രാശ്ചിത്വം നടന്നിട്ടില്ല. മനുഷ്യരായി നമുക്ക് വേണ്ടി മാത്രമേ ഒരു പ്രാശ്ചിത്വം നടന്നിട്ടുള്ളൂ. അതിന് ദൈവം ഒരു ഫ്രീ ഓഫർ തരികയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് സൗജന്യമായി ഞാൻ നീതീകരിക്കാം. ദൈവകൃപ ചെയ്യുകയാണെങ്കിൽ അടുത്ത 3-ാമത്തെ ചാപ്റ്ററായിട്ട് നമ്മളത് പഠിക്കും. ദൈവകൃപയാണെങ്കിൽ അടുത്ത ദിവസം സെക്കൻഡ് ഡേയിൽ നാം ചിന്തിക്കാൻ പോകുന്നത്, നാളെ ദൈവകൃപയാണെങ്കിൽ പ്രൂവിങ് ദാറ്റ് ഓൾ മെൻ ആർ അൺറൈഷ്യസ്, എല്ലാ മനുഷ്യരും അനീതിയുള്ളവരാണെന്ന് നാം ആദ്യം തെളിയിക്കണം. നമ്മൾ അനീതിയുള്ളവരാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമല്ലേ നമ്മൾ സൗജന്യമായ നീതീകരണത്തിന് ആഗ്രഹിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കായി കൊടുക്കാത്തത് കൊണ്ടാണ് ജനം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ആശ്രയിക്കാത്തത്. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് കൊണ്ട് മറ്റു പല വിധത്തിലുള്ള പ്രസംഗങ്ങൾ നടക്കുന്നു, ക്ലാസ്സുകൾ നടക്കുന്നു, അവിടെ ഇവിടെ സ്റ്റേജ് ഷോകൾ നടക്കുന്നു. ഇതൊന്നും തന്നെ ക്രിസ്തുവിലുള്ള സൗജന്യ നീതീകരണത്തിലേക്ക് നടത്തുന്നതല്ല. ആദ്യം ഞാൻ അൺറൈഷ്യസ് ആണ്, ഞാൻ പാപി എന്നൊരു ഓരോ വ്യക്തിക്ക് തെളിഞ്ഞു കിട്ടണം. വെള്ളം കുടിക്കാൻ ദാഹമുണ്ടായാൽ മാത്രമേ നാം വെള്ളത്തിന് വേണ്ടി അന്വേഷിക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ മേൽ ഉള്ളതായിട്ടുള്ള ദൈവക്രോധം എന്താണെന്ന് മനസ്സിലായാലേ, നമുക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായാലേ നമ്മൾ ക്രിസ്തുവിലുള്ള നീതീകരണം, സൗജന്യ നീതീകരണത്തിന് വേണ്ടി അന്വേഷിക്കുകയുള്ളൂ. ദൈവമായ കർത്താവ് ഇതിലേക്ക് നമ്മൾ നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ എപ്പിസോഡിൽ വിരമിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നെറ്റിനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. ഈ ശബ്ദം കേട്ട ജനത്തെ കർത്താവ് നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ നീ നിവർത്തിച്ച നീതി സൗജന്യമായിട്ട് എപ്രകാരം വിശ്വസിക്കുന്നവർക്ക് കണക്കിടുന്നു എന്നറിയുവാൻ തക്കവണ്ണം കർത്താവെ, നീ ഞങ്ങൾക്ക് എഴുതി തന്ന ഈ ലേഖനത്തിലൂടെ ഈ ശബ്ദം കേൾക്കുകയും തുടർന്ന് യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.